പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സന്തോഷമല്ലേ എല്ലാവർക്കും അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? നിങ്ങളെ കാണുകയും നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കുകയും ചെയ്യുക എന്നത് വളരെ സന്തോഷമാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും മഹത്വമുള്ളവരാണ് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അറിവ് പഠിക്കുന്നതിൻ്റെ മഹത്വം അറിഞ്ഞും ആസ്വദിച്ചും പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ വലിയ നേട്ടമാണ്. പഠനത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ സ്നേഹപൂർവ്വം അതോടൊപ്പം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, നിങ്ങളുടെ അവകാശമാണ് പഠിക്കുന്ന സമയത്ത് സമാധാനവും സന്തോഷവും അനുഭവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അറിവ് നേടുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു റൈറ്റാണ്. അറിവ് നേടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം, ഒന്നുകൂടി വ്യക്തമായി പറയാം, പഠനം നിങ്ങൾക്കൊരു വിഷമാകുന്നു, ഒരു പ്രയാസമാകുന്നു, ഒരു ബുദ്ധിമുട്ടാകുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സഹായം ചോദിക്കുക എന്നതാണ്. ഒരു ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ് മനസ്സിലാകുന്നില്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് അത് പഠിപ്പിച്ചു തരുന്ന, ക്ലാസ് എടുത്തു തരുന്ന ഉസ്താദിനോട് നിങ്ങൾ ചോദിക്കണം. മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരണം എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഏത് വിഷയമാണോ മനസ്സിലാകാത്തത് ആ വിഷയം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് അതിലൊരു പ്രയാസം നേരിടുമ്പോൾ ആ പ്രയാസവും തുറന്ന് സംസാരിക്കണം. വിദ്യാർത്ഥികൾ പലപ്പോഴും അബദ്ധങ്ങളിൽ പെട്ടുപോകാറ് എപ്പോഴാണെന്നറിയാം? ജീവിതത്തിൽ സന്തോഷം കുറയുമ്പോഴാണ്. സന്തോഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് എന്തിലാണ്? പഠനത്തിലാണ് സന്തോഷം ഉണ്ടാകേണ്ടത്. പഠനം എല്ലാവർക്കും ഒരുപോലെയല്ല, വ്യത്യാസവും ഉണ്ടാകും. എല്ലാ വിജ്ഞാന ശാഖകളും എല്ലാവർക്കും ഒരുപോലെ അല്ല, വ്യത്യാസം ഉണ്ടാകും. എല്ലാ വിജ്ഞാന ശാഖയും എല്ലാവർക്കും ഒരുപോലെയല്ല, വ്യത്യാസം ഉണ്ടാകും. പക്ഷേ വിജയിക്കാൻ ആവശ്യമായത് എല്ലാവർക്കും നേടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രാരാബ്ദങ്ങൾ നിങ്ങളുടെ അധ്യാപകരുടെ മുമ്പിൽ ഇറക്കി വെച്ച് ശീലിക്കണം. ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഫാമിലിയിലോ സമൂഹത്തിലോ നിങ്ങളുടെ സഹപാഠികളിലോ നിങ്ങളൊരു പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും വിഷമങ്ങൾ കൊണ്ട് നടന്നാൽ ആ വിഷമങ്ങളാണ് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ പലതരം അപകടങ്ങളിലേക്ക് ചെന്ന് ചാടിക്കുന്നത്. നിങ്ങൾ ഒരിടത്തും ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങളെ ഒരു വ്യക്തിയും ആക്രമിക്കാൻ പാടില്ല. നിങ്ങളൊന്നും സുരക്ഷിതരായിരിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കതിന് കഴിയും. അറിവ് നേടുന്നതിൽ ഏറ്റവും വലിയ ഉയർന്ന സംവിധാനം, ഏറ്റവും മഹത്വമുള്ള സംവിധാനം മോറൽ എഡ്യൂക്കേഷനാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം എൻ്റെ മക്കൾ കുറച്ചൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഒരു കുറഞ്ഞ സമയം, അധിക ശ്രദ്ധയോടെ. എന്താണെന്നറിയാം? അക്കാദമിക് എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ട്, മോറൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ട്. ഏതാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്നത്? മോറൽ എഡ്യൂക്കേഷനാണ്, അഥവാ മതവിജ്ഞാന സമ്പാദനമാണ് ഏറ്റവും ഉയർന്ന പ്രൊഫഷൻ. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ കെമിസ്ട്രിയിലോ ബയോളജിയിലോ അതല്ലെങ്കിൽ ഫിസിക്സിലോ മറ്റേതെങ്കിലും ഒരു വിജ്ഞാന ശാഖയിൽ നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവലംബിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകം രചിച്ച ഒരു രചയിതാവ്, ആ രചയിതാവിനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമോ എന്ന് പലപ്പോഴും പറ്റില്ല.
അതേസമയം നിങ്ങൾ ഫിഖ്ഹ് പഠിക്കുന്നു, ആ ഫിഖ്ഹ് പഠിക്കുന്ന അതിൻ്റെ ഒരു ഓദർ, അതിൻ്റെ രചയിതാവ് ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഇമാമുകൾ, അവരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. അപ്പോ പഠിക്കുന്ന വിജ്ഞാനം അത് നേടുന്ന അതിൻ്റെ സ്രോതസ്സായ വ്യക്തികൾ, അതിൻ്റെ സോഴ്സായ വ്യക്തികൾ, ആ വ്യക്തികൾ കൂടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണ്, നമുക്ക് ഇത്തിവാഴ് ചെയ്യാൻ പറ്റുന്നവരാണ് മോറൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ഏതിനേക്കാൾ? അക്കാദമിക്കൽ എഡ്യൂക്കേഷനേക്കാൾ. അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ടോ? ഇല്ല. അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ നേടണം, വിജ്ഞാനങ്ങൾ ഏതും നേടണം. പക്ഷേ നമ്മുടെ മോറൽ എഡ്യൂക്കേഷന്റെ മഹത്വവും അതിൻ്റെ പ്രവർത്തനക്ഷമതയും ക്രിയാത്മകതയും നമുക്ക് ബോധ്യപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ രത്നച്ചുരുക്കം. മറ്റൊന്ന്, അക്കാദമിക് എഡ്യൂക്കേഷനെ അപേക്ഷിച്ച് നമ്മൾ മോറൽ എഡ്യൂക്കേഷൻ നേടുമ്പോൾ, അഥവാ മതവിജ്ഞാനം നേടുമ്പോൾ, മതവിജ്ഞാനം കൂടുതൽ ക്രിയാത്മകമായ മുത്തസദ്ദിഫായ തഖ്ലീദാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഫിഖ്ഹ് പഠിക്കുമ്പോൾ നമ്മൾ ഉസൂലുൽ ഫിഖ്ഹ് പഠിക്കും, ഹദീസ് പഠിക്കുന്ന സമയത്ത് ഉസൂലുൽ ഹദീസ് പഠിക്കും, ഇങ്ങനെ തുടങ്ങി ഖുർആൻ പഠിക്കുന്ന സമയത്ത് തഫ്സീറുൽ ഖുർആനും അതിൻ്റെ ഉസൂലും പഠിക്കും, അഥവാ അതിൻ്റെ നിദാന ശാസ്ത്രം പഠിക്കും. മറ്റ് വിദ്യാഭ്യാസത്തെ അപേക്ഷിച്ച് അന്ധമായ അനുകരണത്തെ ഓപ്പോസിറ്റിൽ നിർത്തുന്നതാണ്. അന്ധമായി അനുകരിക്കുന്നതിന് പകരം അതിൻ്റെ ഉറവിടവും അതിൻ്റെ പ്രമാണ നിർദ്ധാരണവും, അഥവാ എങ്ങനെയാണ് അത് കണ്ടെത്തിയത് എന്ന വിജ്ഞാന ശാഖ കൂടി നാം പഠിക്കുന്നുണ്ട്. അപ്പോ മതവിജ്ഞാനം എന്നത് മറ്റു വിദ്യാഭ്യാസത്തെക്കാൾ ഏറെ മഹത്വമുള്ളതാണ് എന്നർത്ഥം. ഇനി നിങ്ങൾ സാധാരണ പോലെ ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? നാം വിജ്ഞാനം നേടുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച്. ഞാൻ ചെറിയൊരു സംഭവം പറയട്ടെ, ശ്രദ്ധിക്കൂലേ? നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ ഇരിക്കട്ടോ. കൂടുതൽ കംഫർട്ടായ നല്ല ഇരുത്തം ഇരിക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾ എന്നെ കാണുന്നില്ലേ എല്ലാവരും? അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക്കുമായി കണ്ടുമുട്ടിയ ഒരു സന്ദർഭം. ഞാൻ ആ സംഭവം വിശദമായി പറയല്ല, ചുരുക്കി പറയാം. കാരണം കുറഞ്ഞ സമയമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ആ യാത്രയിൽ സുറാഖത്തും നബിതങ്ങളും കണ്ടുമുട്ടുന്ന രംഗം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടുന്നവർക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ചു ശത്രുക്കൾ. അപ്പൊ ഈ 100 ഒട്ടകം കിട്ടാൻ വേണ്ടി നബിതങ്ങളെ പിടിക്കാൻ പോവുകയാണ് ആര്? സുറാഖത്ത്. നബിതങ്ങളെ പിടിച്ചു കൊണ്ടുകൊടുത്താൽ നബിതങ്ങളെ അവർക്ക് ഇല്ലായ്മ ചെയ്യാമെന്നതാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് നബിതങ്ങളെ പിടിക്കാൻ വേണ്ടി വരുന്ന സുറാഖത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, തങ്ങളെ കിട്ടുമെന്നായ ആ ഒരു നിമിഷം എത്തിയപ്പോൾ സുറാഖത്തിന്റെ യാത്ര ചെയ്തിരുന്ന വാഹനം മണലിലേക്ക് ആഴ്ന്നുപോയി. വാഹനത്തിന്റെ 2 കാലുകളും തന്റെ കുതിരയുടെ 2 കാലുകളും മണലിലായിരുന്നു പോയി. അങ്ങനെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായത്തിന് വിളിച്ചപ്പോൾ നബി തങ്ങൾ സുറാഖത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. സുറാഖത്ത് രക്ഷപ്പെട്ടു. രണ്ടാമതും സുറാഖത്ത് നബി തങ്ങളെ പിടിക്കാൻ വേണ്ടി വീണ്ടും വരാൻ ശ്രമിച്ചു. അപ്പോ വീണ്ടും വാഹനമായിരുന്നു. മൂന്നാമതും ശ്രമിച്ചു. 3 തവണയും നബി തങ്ങളെ രക്ഷപ്പെടുത്തി കൊടുത്തു. നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ്. ആക്രമിക്കാൻ വന്നൊരു മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയാലുള്ള നേട്ടം എന്താണെന്ന് ഈ ചരിത്രത്തിൽ കാണാം. അഥവാ സുറാഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സുറാഖത്തിന് നബിതങ്ങൾ ഒരു ഡ്രീം സെറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരു ഗോൾ ഡ്രീം സെറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണ്? സുറാഖത്ത് ഒരു സാധാരണക്കാരനാണ്. മക്കയിലെ വലിയ ഗോത്ര നേതാവോ ഗോത്ര പ്രമുഖനോ ഒന്നുമല്ല, സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ്.
ആ സുറാഖത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്നത്തെ ലോകോത്തര ഗ്ലോബലി ആഗോളാടിസ്ഥാനത്തിലുള്ള ലോക രാജ്യങ്ങളിൽ ഒന്നാണ് റോം. ആ ലോകരാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന്റെ രാജാവ്, ആ രാജാവ് ധരിക്കുന്ന അധികാരത്തിന്റെ ലക്ഷണമായ കിരീടവും വളകളും ആഭരണങ്ങളും കോട്ടും അത് ഈ സുറാഖത്തിനെ ധരിപ്പിക്കുന്ന ഒരു ദിവസം വരും എന്നത് നബിതങ്ങൾ ഡ്രീം ചെയ്തു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്താണ് ഈ പറയപ്പെട്ട ലോകരാജ്യങ്ങളിൽ ഒന്ന് യുദ്ധങ്ങളിൽ പരാജയപ്പെടുന്നു. ഗനീമത്ത് സ്വത്തിന്റെ കൂട്ടത്തിൽ ഈ രാജാവിന്റെ കിരീടവും ആഭരണങ്ങളും കോട്ടും ഒക്കെ കൊണ്ടുവരും. അതാരെ ധരിപ്പിച്ചു? സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിച്ചു. നമുക്ക് ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റണം. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ ചരിത്രം അറിയാം. ഈ സ്ഥാപനം ഇന്ന് നല്ല ഭംഗിയുള്ള ഉയർന്നു നിൽക്കുന്ന അഭിമാനം തോന്നുന്ന കെട്ടിടമാണ്. ഇത് ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ചലനം, വിദ്യാഭ്യാസപരമായ ചലനം ആരംഭിക്കുമ്പോൾ പിന്തുണക്കാൻ കൂടുതൽ പേരൊന്നുമില്ല, ഇന്നുള്ള അത്ര ആളൊന്നുമില്ല. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ഇത്രയും വിദ്യാർത്ഥികൾക്ക് നല്ല പ്രൗഢിയോടുകൂടെ ഭംഗിയായി ഇരിക്കാനും സംസാരിക്കാനും കേൾക്കാനും പഠിക്കാനും എല്ലാം അവസരമുള്ള നല്ലൊരു വിദ്യാഭ്യാസ സമുച്ചയമായി, നല്ലൊരു ക്യാമ്പസായി ഈ പ്രദേശം വളർന്നു. ഇത് ഒരാളുടെ ഡ്രീമിന്റെ ഫലമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ നയിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ഭരണകൂടത്തിന് പോലും ചെയ്തു തീർക്കാൻ കഴിയുന്നതിന്റെ മേലെ സാധിക്കാനുള്ള കാരണം പണ്ഡിതന്മാരുടെ ഡ്രീമാണ്, അവരുടെ സ്വപ്നമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളും നാളെ വലിയ നേതാവാകാനും വലിയ സംരംഭകനാകാനും വലിയ സയന്റിസ്റ്റ് ആകാനും വലിയ വിജ്ഞാന ശാഖകളുടെ വക്താക്കളാകാനും ഒക്കെ ശേഷിയുള്ളവരാണ്. നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ മൂലധനം. നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ. ഈ സമയം യൂസ് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധമാണോ? ഒരു ലക്ഷ്യം സ്ഥാപിക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ? നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയും. ഞാൻ ചെറിയ ഒരു സ്വഹാബി ഒരു കഥ കൂടി പറയട്ടെ, ശ്രദ്ധിക്കാവോ? ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, പറ്റുമെങ്കിൽ വിശദ വായന പിന്നീട് നിങ്ങൾ വായിക്കണം. ഉമൈർ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പിതാവ് മരണപ്പെട്ടു. അങ്ങനെ മാതാവ് മറ്റൊരു വിവാഹത്തിന് തുനിയുന്നു. സമയമെത്തിയപ്പോൾ രണ്ടാമത് ഈ ഉമ്മയെ വിവാഹം ചെയ്തത് ഒരു ശാന്ത സ്വഭാവക്കാരനും ശാന്തപ്രകൃതനും മസ്ജിദുൻ നബവിയിൽ ജമാഅത്തുകൾക്കൊക്കെ സാധാരണഗതിയിൽ പങ്കെടുക്കുന്ന ആളുമാണ്. പക്ഷേ ഒരു ദിവസം ഒരു അസാധാരണ സംഭവം ഉണ്ടായി. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിരിവ് പ്രഖ്യാപിച്ചു. സംഭാവന പ്രഖ്യാപിക്കുക, സംഭാവന ചോദിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഇരു തരം നേട്ടങ്ങളുള്ള ഒരു പ്രവർത്തനമാണ്. ഒന്ന്, സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും. ഉദാഹരണത്തിന് സംഭാവനകളാണ് ഇവിടെ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി, ഈ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കി. മറ്റൊന്ന്, ഈ സംഭാവന നൽകുന്നവരിലും അത് ഒരുപാട് ശുദ്ധീകരണങ്ങൾ ഉണ്ടാക്കും. തുത്വഹിറുഹും ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുത്വഹിറുഹും, ശുദ്ധീകരിക്കുകയും തുസക്കീഹിം, ആത്മസംസ്കരണം, പ്യൂരിഫിക്കേഷൻ, ഒരു സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം നടക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ദാനധർമ്മങ്ങൾ. അപ്പോ അങ്ങനെ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ പിരിവ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പിരിവ് കൊടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി മഹാന്മാരൊക്കെ സംഭാവന കൊടുക്കുന്നു. പക്ഷെ തന്റെ ഈ എളാപ്പ അല്ലെങ്കിൽ തന്റെ ഈ ഇപ്പോ ഉമ്മയുടെ പിതാവ്, ഉമ്മയുടെ ഭർത്താവായിട്ടുള്ള ഈ മനുഷ്യൻ, അദ്ദേഹം സംഭാവന കൊടുക്കുന്നേ ഇല്ല. അദ്ദേഹം അത്യാവശ്യം സാമ്പത്തിക സ്വസ്ഥതയുള്ള ആളുമാണ്. അപ്പോ ഈ ഉമൈർ എന്ന കൊച്ചുമോൻ അപ്പൊ ഒരു 10 വയസ്സായി കാണും. ഇതിൽ 10 വയസ്സായ ആരെങ്കിലും ഉണ്ടോ? ആണ്. അപ്പൊ ചെറിയ മക്കൾ, ഒരു 5ാം ക്ലാസ് ആ ഒരു തലത്തിലുള്ള മക്കൾ.
ഈ മോന് ഈ എളാപ്പയോട് ചോദിക്കുന്നു, എളാപ്പ നിങ്ങൾ എന്താണ് സംഭാവന ഒന്നും കൊടുക്കാത്തത്? അപ്പോ ഈ മനുഷ്യൻ വളരെ മോശമായി പ്രതികരിച്ചു. അഥവാ മദീനയിൽ ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നു. അവർ ഉള്ളിൽ നബിതങ്ങളോട് ശക്തമായ വിരോധമുള്ളവരാണ്. പുറത്ത് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന്റെ ആളായി അഭിനയിക്കുകയും ചെയ്യും. പള്ളിയിലുണ്ടാകും, ജമാഅത്തിനുണ്ടാകും, എല്ലാറ്റിനും ഉണ്ടാകും. പക്ഷേ ഒരു ഫലപ്രദമായി ഇടപെടേണ്ട ഒരു സംഭാവന കൊടുക്കാനോ മറ്റു വിഷയങ്ങളോ എത്തുമ്പോൾ അവർക്കതിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, വിരോധവും കൂടിയാണ്. ഉള്ളിൽ വിരോധം കൊണ്ട് നടക്കുകയും പുറത്ത് സ്നേഹം നടിക്കുകയും ചെയ്യുന്ന ഇവർ, അവരിൽ പെട്ട ആളായിരുന്നു അന്ന് ഈ ജുസാൽ എന്ന് പേരുള്ള മനുഷ്യൻ. അദ്ദേഹം നബിതങ്ങളെ കുറിച്ച് മോശമായി പ്രതികരിച്ചപ്പോൾ 10 വയസ്സുകാരനായ ഉമൈർ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്റെ എളാപ്പ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യണം? ഈ പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആളെ വിട്ടിട്ട് ഈ എളാപ്പയോട് വരാൻ പറഞ്ഞു, ഈ മനുഷ്യനോട് വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ മോശമായി പ്രതികരിക്കുന്നുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടേ ഇല്ല. ഈ പറച്ചിലായപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്ഥിരമായി ജമാഅത്തിന് വരുന്നൊരു മനുഷ്യനെ കുറിച്ച് ഈ ചെറിയൊരു മോന് ഇങ്ങനെ പരാതി പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ഇല്ല. അപ്പൊ ഉമൈർ ആകെ പ്രതിസന്ധിയിലായി. ഉമൈർ കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉമൈർ പ്രതിസന്ധിയിലായി. ഉമൈർ സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയും ഇടപെടുകയും ചെയ്തെങ്കിലും ഈ എളാപ്പ ഇത് നിഷേധിച്ചപ്പോൾ ഉമൈർ കുടുങ്ങിപ്പോയി. പക്ഷെ ഉമൈർ എന്ത് ചെയ്തു എന്നറിയോ? ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വളരെ ഇഖ്ലാസോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ, ഞാൻ ഇതിൽ നിരപരാധിയാണ്, ഇപ്പൊ ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കണം, നബി തങ്ങളെ അറിയിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ആയത്തിറങ്ങി, യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ വലഖദ് ഖാലൂ കലിമത്തൽ കുഫ്രി വകഫറൂ ബഅദ ഇസ്ലാമിഹിം വഹമ്മൂ ബിമാ ലം യനാലൂ വമാ നഖമൂ ഇല്ലാ അൻ അഗ്നാഹുമുല്ലാഹു വറസൂലുഹു മിൻ ഫദ്ലിഹി. ഈ ആയത്തിൽ പരാമർശിക്കുന്നത് അവർ കളവ് പറയുകയാണ്. കളവ് പറഞ്ഞിട്ട് അതിന് കൂടെ സത്യവും ചെയ്യാണ്. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, അവർ പിന്മാറുന്നില്ലെങ്കിൽ യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമൻ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷിക്കും, നിങ്ങൾ കരുതിയിരുന്നോളൂ എന്നർത്ഥം വരുന്ന ആയത്താണ് ഇറങ്ങി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി നബി തങ്ങളെ ഓതി കേൾപ്പിക്കുന്നത് കേട്ടപ്പോ പോകാൻ നിന്നിരുന്ന മനുഷ്യൻ തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനാണ് കളവ് പറഞ്ഞത്. ഉമൈർ പറഞ്ഞത് സത്യമാണ്. ഞാൻ തൗബ ചെയ്ത് പിന്മാറുന്നു. ഇതുവരെ എന്റെ മനസ്സിൽ അങ്ങയോടും ഇസ്ലാമിനോടൊക്കെ വെറുപ്പായിരുന്നു. ഇപ്പൊ എന്റെ വെറുപ്പൊക്കെ മാറി എന്റെ മനസ്സിൽ സത്യം ബോധ്യപ്പെട്ടു. ഞാൻ പിന്മാറുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ നന്നായി. ആ മനുഷ്യൻ എപ്പോഴും ഉമൈറിനെ ചേർത്ത് പിടിച്ച് പറയായിരുന്നു, എന്റെ ദുനിയാവും എന്റെ ആഖിറവും രക്ഷപ്പെടുത്തിയ മോനാണ് ഉമൈർ എന്ന് പറയുകയായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാം? നമുക്കും ഈ ഒരു ശേഷിയുണ്ട്, നമ്മുടെ മാതാപിതാക്കളെ തിരുത്താൻ. ആവശ്യമായാൽ ഒരു മുതിർന്ന ഒരാളോട് അവരുടെ ആദരവൊക്കെ നിലനിർത്തി പെരുമാറാനും ആദരവൊക്കെ നിലനിർത്തി സമീപിക്കാനുമുള്ള കഴിവും സ്കില്ലുമുള്ളവരാണ് നമ്മൾ. നമ്മുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്, നമ്മുടെ ശേഷി ഒന്ന് വേറെ തന്നെയാണ്, നമ്മുടെ അട്രാക്ഷൻ, ആകർഷണീയത ഒന്ന് വേറെയാണ്. അതുകൊണ്ട് നാം ഈ ആകർഷണീയത ഉൾക്കൊള്ളുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിൽ, ഒരു ക്യാമ്പസിൽ, ഒരു എഡ്യൂക്കേഷണൽ ക്യാമ്പസിൽ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആസ്വദിച്ച് പഠിക്കുന്നവരാകണം. പഠനം നിങ്ങളുടെ പോരാട്ടമാണ്. പഠനം നിങ്ങളുടെ നിർമ്മിതിയാണ്. നാളെ സ്ഥാപനങ്ങൾ നയിക്കേണ്ടവർ നിങ്ങളാണ്. നാട് നയിക്കേണ്ടവർ നിങ്ങളാണ്. നാളെ കുടുംബങ്ങളെ നയിക്കേണ്ടവർ നിങ്ങളാണ്. നാളെ വലിയ സംരംഭങ്ങൾ നയിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതിനെല്ലാം കഴിയും. നിങ്ങൾ അത്രയും ഗംഭീരമായ ഒരു
ജീവിതം മുമ്പിലുള്ള അത്ര വലിയ ഒരു സൗഭാഗ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവരാണ്. അത് നിങ്ങൾ ബോധവാന്മാരാവുകയും നിങ്ങൾ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ, ഒരു വിദ്യാഭ്യാസം നുകരുന്നവരെന്ന ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് ഈ സമയം ഉണർത്തുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ മറ്റൊരു ഡ്രഗ്സ്, ലഹരി ആവശ്യമുള്ളവരാകരുത്. നിങ്ങളെ ഏറ്റവും വലിയ ലഹരി നിങ്ങളുടെ ജീവിതമാണ്. ഏറ്റവും വലിയ ലഹരി നിങ്ങളുടെ ഉയർച്ചയാണ്, നിങ്ങളുടെ കഴിവുകളാണ്, വലിയ സ്കില്ലുകൾ. ഭക്ഷണം കഴിച്ച ഉടനെ ആവുമ്പോ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. ഒന്ന് എഴുന്നേറ്റിരിക്കണോ? എഴുന്നേറ്റിട്ടിരിക്കണോ? വേണോ? കിടക്കണം എന്നുള്ളവർക്ക് കിടക്കാട്ടോ. ഓക്കെ. അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി എന്തായിരിക്കണം? നമ്മുടെ ഭാവി, നമ്മുടെ ഉയർച്ച, നമ്മുടെ പഠനം. ജീവിതത്തിൽ നിങ്ങൾ ഒരാളെയും പേടിക്കരുത്. ജീവിതത്തിൽ നിങ്ങൾ ഒരാളെ പേടിക്കരുത്. ആരെയാ നിങ്ങൾ പേടിക്കാറുള്ളത്? ഉസ്താദുമാരെ പേടിക്കണോ? വേണ്ട. ഉസ്താദുമാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഉസ്താദുമാരുമായി നിങ്ങൾക്ക് അഭേദ്യമായ നല്ല ബന്ധം ഉണ്ടാകണം. ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താദുമാരെ സമീപിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾ ഉസ്താദുമാരോട് തുറന്ന് സംസാരിക്കണം. ഒളിച്ചു വെക്കേണ്ട ആവശ്യം വരരുത്. എപ്പോഴാ ഒളിച്ചു വെക്കേണ്ട ആവശ്യം വരിക? ഒരബദ്ധം സംഭവിച്ചാൽ. അബദ്ധം ഒളിച്ചു വെക്കണോ? വേണ്ട. അബദ്ധം ഒളിച്ചു വെക്കുന്നത് ഗിൽറ്റാണ്. ഗിൽറ്റ് ഒരു ഡാമേജാണ്. ഗിൽറ്റ് ഒരു ഡാമേജാണ്. കുറ്റം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഒരു ഡാമേജാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു കുറ്റം ചെയ്താൽ തൗബ ചെയ്യണം. അതിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, നമുക്ക് മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉസ്താദുമാരോട് ചോദിക്കണം, എനിക്കിങ്ങനെ അബദ്ധമുണ്ട്, ഞാൻ എങ്ങനെയാണ് തിരുത്തേണ്ടത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? റിയാദുസ്സാലിഹീനൊക്കെ ഓതിയിട്ടുണ്ടാവുമല്ലോ. റിയാദുസ്സാലിഹീനിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു മനുഷ്യൻ 100 പേരെ കൊന്നു. ആ 100 പേരെ കൊന്നുപോയ മനുഷ്യന് പിന്നീട് തോന്നി ഒന്ന് നന്നാകണം. അയാളോട് ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നിങ്ങൾ ഇപ്പോൾ തെറ്റുകൾ ചെയ്ത് ജീവിച്ച നാട്ടിൽ നിന്ന് മാറി താമസിക്കണം. അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾക്ക് നല്ലവനായി ജീവിക്കാം. അങ്ങനെയാണ്. തൗബ ചെയ്ത, തെറ്റുകൾ സംഭവിച്ചാൽ തൗബ ചെയ്യാം. തെറ്റുകൾ കൊണ്ട് നടന്ന് ജീവിക്കുന്നത് ഗിൽറ്റാണ്. അത് കുറ്റം പേറി ജീവിക്കലാണ്. കുറ്റം പേറി ജീവിച്ചാൽ ആത്മവിശ്വാസം ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും? ഇല്ല, ആത്മവിശ്വാസം ഉണ്ടാവില്ല. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നല്ലതായിരിക്കണം, എന്നാലേ ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. സ്വകാര്യ നിമിഷങ്ങൾ നല്ലതായിരിക്കണം, എന്നാലാണ് ആത്മവിശ്വാസം ഉണ്ടാവുക. പിന്നൊന്ന്, ആനന്ദം. എപ്പോഴും ആഘോഷങ്ങൾ വേണം. എപ്പോഴും നമ്മൾ ആഘോഷിക്കണം. സെലിബ്രേഷൻ എപ്പോഴും വേണം. ആഴ്ചയിൽ ഒരു സെലിബ്രേഷൻ എങ്കിലും നമുക്ക് വളരെ നിർബന്ധമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽ ജുമുഅത്തു ഈദുൽ മുഅ്മിനീൻ. ജുമുഅ എന്നത് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ആഘോഷ ദിവസമാണ്. വെള്ളിയാഴ്ച എപ്പോഴാണ് ആരംഭിക്കുന്നത്? വ്യാഴാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതോടൊപ്പം വെള്ളിയാഴ്ച ആരംഭിച്ചു. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആഘോഷിക്കണം. ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്? മദ്യപിച്ചിട്ട് ആഘോഷിച്ചാൽ അതൊരു സുഖമാണോ? അല്ല. എന്തുകൊണ്ടൊക്കെ സുഖമല്ല? മദ്യപിച്ച് ആ ലഹരിയൊക്കെ ഒഴിവായാൽ അയാളെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അയാളെ ഒരു നിസ്സാരത അല്ലേ? വലിയ ഉന്നതനാണ്, അദ്ദേഹം മദ്യപിച്ചാൽ വൈകിക്കിടക്കും. അയാൾ മദ്യപിച്ചാൽ അയാൾക്ക് അയാളുടെ നിലവാരത്തിൽ പെരുമാറാൻ കഴിയോ? ഇല്ല. അപ്പൊ അതൊരു അന്തസ്സ് കേടാണ്, അതൊരു വഷളൻ ഏർപ്പാടാണ്. അപ്പൊ